നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയിൽ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ ദൈവവചനത്തെ എടുക്കുക എന്നുള്ളതാണ്. ദൈവവചനം എന്നാൽ ആ വിത്താണ്. ദൈവവചനം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ, അതിൽ ഒന്നിലധികം പേർ, എത്ര പേർക്ക്, ആരൊക്കെ എന്നതാണ് അവിടുത്തെ ആ പദം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആർക്കു വേണമെങ്കിലും കണ്ണുനീരോടെ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യുവാൻ കഴിയും എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്. നമ്മളിവിടെ 126 സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ അതിൻ്റെ 6 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നതാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഈ ആർപ്പോടെ കൊയ്യുക എന്നത്, ആർപ്പോടെ കൊയ്യണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തെ ഇവിടെ ഈ സങ്കീർത്തനം എഴുതപ്പെട്ട, അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്ന ഒറ്റ കാര്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നു എങ്കിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക് ആർപ്പോടെ കൊയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ണുനീരോടെ വിതച്ച് ആർപ്പിനെ ആർക്കുവാൻ തക്കവണ്ണം കണ്ണുനീരിനകത്ത് ആ വിത്തിനെ ഇടുക എന്നതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ അതിന്റെ താഴെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വിത്ത് ചുമന്നും ആർത്തും കൊണ്ട് നടക്കുന്ന, വിത്ത് ചുമന്നും ആർത്തും കരഞ്ഞും കൊണ്ട് നടക്കുന്നവരെ കാണാൻ കഴിയും. അപ്പോൾ വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോരാട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ആ തടസ്സങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ദൈവവചനത്തെ എടുക്കുക എന്നുള്ളതാണ്. ദൈവവചനം എന്നാൽ ആ വിത്താണ്. ദൈവവചനം എന്ന വിത്തെടുത്ത് ആ വചനം, നമ്മുടെ ഈ തടസ്സമായി നിൽക്കുന്ന ഏത് പ്രശ്നം നമുക്ക് തോന്നുന്നുവോ അതിനകത്ത് കണ്ണുനീരോടെ ആ വിത്തെടുത്തിട്ടാൽ, ആ വചനം എടുത്ത് നീ ഇടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ കണ്ണുനീരിനകത്ത് നിന്റെ വചനം നീ പരിവർത്തിക്കുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ, വചനത്തിൽ നീ വിശ്വസിക്കുമ്പോൾ ആ കണ്ണുനീരിനകത്ത് ഈ വചനം പരിവർത്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. നീ ഏത് കാര്യത്തിനകത്താണോ ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിനകത്താണോ നീ തകരപ്പെട്ടത്, എവിടെയാണോ നിന്നെ പിശാച് വരഞ്ഞു കെട്ടിയത്, ആ വിഷയങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം, കണ്ണുനീരോടെ വിതയ്ക്കുന്നു എങ്കിൽ, കണ്ണുനീരോടെ വിതച്ച് കണ്ണുനീരിൻ്റെ ആ മധ്യത്തിൽ, ആ കണ്ണുനീരിനകത്ത് വചനത്തെ നിനക്കെടുത്തിടുവാൻ കഴിഞ്ഞാൽ, വചനമെന്ന വിത്തിനെ അതിനകത്തോട്ടെടുത്തിടുവാൻ നിനക്ക് കഴിഞ്ഞാൽ അത് ഒരു ദിവസം മുളച്ചു വരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് അത് തുരുത്തിയിലാക്കി അനുഗ്രഹത്തെ പകരുന്ന ദൈവത്തെ കാണാൻ കഴിയും. അപ്പോൾ കണ്ണുനീർ വീണാൽ അതിനെ ഒപ്പിയെടുത്തിട്ട് അതിനകത്ത് ദൈവവചനം നമ്മൾ അതിനകത്ത് നിക്ഷേപിക്കുക, അതിനകത്ത് ദൈവവചനം ചേർക്കുക. നിന്റെ പരാജയത്തിനകത്ത്, നമുക്കറിയാം, നിങ്ങൾക്ക് ഏത് പരാജയം വന്നാലും ആ പരാജയത്തിനകത്ത് ദൈവവചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടുപിടിക്കാൻ പറ്റും, ദൈവവചനത്തെ ചേർക്കാൻ കഴിയും. ഇപ്പോൾ വചനം പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയിൽ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ഇത് പറയുമ്പോൾ, നിങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കരഞ്ഞും കൊണ്ട് ഈ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിന്റെ പ്രവൃത്തി, ആ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടാനിടയായിത്തീരും. ആ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നീ ഏത് കാര്യത്തിനകത്താണോ നീ ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിനകത്താണോ നീ തകർന്നത്, ആ കാര്യത്തിനകത്ത് പൂർണ്ണമായ റിസൾട്ട് നിനക്ക് ദൈവം തരുവാനിടയായിത്തീരും. അതാണ് നമ്മളിവിടെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഈ വചനത്തിൽ കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ
വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങളുടെ നാവിൽ ആർപ്പും ചിരിയും ഉണ്ടായി. പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ടവരെ പോലെയായി. എന്ന് വെച്ചാൽ ദൈവം നിനക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ നീ സ്വപ്നം കണ്ടവനെ പോലെയാവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും നീ ചിന്തിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ നീ കാണുവാനിടയായിത്തീരും. കാരണം ദൈവവചനം എന്ന വിത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. കണ്ണുനീരിനകത്ത് നീ ദൈവവചനം എന്ന വിത്തിട്ടാൽ ആ കണ്ണുനീരിനകത്ത് അതൊരു ദിവസം മുളയ്ക്കും. അത് കൊയ്യുവാൻ തക്കവണ്ണം പാകമായി തീരും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി അത് മാറുവാനിടയായി തീരുമെന്നുള്ളതാണ്. പ്രിയരെ, നമ്മൾ തിരിച്ചറിയണം, ഏറ്റവും വലിയ അനുഗ്രഹമാക്കി ആ കണ്ണുനീരിനകത്ത് വലിയ ദൈവപ്രവൃത്തിയാക്കി മാറ്റുന്ന ദൈവത്തെ കാണാൻ കഴിയും. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച ജാതികളുടെ മുൻപിൽ ബൈബിൾ പറയുന്നു, ജാതികൾ പോലും അതിശയിച്ചു പോകും അത്ഭുതം കണ്ട്. ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ കണ്ട്, ദൈവം നിനക്ക് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ജാതികൾ പോലും പറയും, നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ! യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ജാതികൾ പറയും. നീ അത്ഭുതം കൂറുമാറ്, നീ സ്വപ്നം കണ്ടവരെ പോലെ നിന്റെ ജീവിതം മാറുവാനിടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയണം, ഏത് കാര്യത്തിനകത്തും സ്വപ്നം കണ്ടവനെ പോലെ നിന്റെ ജീവിതം മാറുന്നു എന്നുള്ളത്. ജാതികൾ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നലകളിൽ അവർ നിന്നെ ഓർത്തതുപോലെ അല്ല നിന്നെക്കുറിച്ച് ജാതികൾ ഓർക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം, നിന്റെ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ഈ വചനത്തിന് മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരട്ടെ. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചനമായി ഇത് മാറുവാനിടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായി മാറുവാനിടയായിത്തീരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരട്ടെ. ആമേൻ.